കൽപ്പന, നിങ്ങൾ രാധിക മോൾക്കുള്ള ചായയിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? ഞങ്ങളെന്താ ചേർക്കാനാ? ചായ എടുത്തത് അമ്മയല്ലേ? ഞാൻ ചായ കൊണ്ടുവന്ന് കൊടുത്തത് വരുണല്ലേ? വരുണൊരു കുഴപ്പമില്ലല്ലോ. ഞാൻ ഇഞ്ചിപ്പൊടി ഇടാൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇട്ടായിരുന്നു അമ്മേ. ഇനി അതായിരിക്കോ? ആ, ചെലപ്പോ അതായിരിക്കും. ആ, നീ പരമേശ്വരന് ചായ കൊണ്ട് കൊടുക്ക. ആയോ? മുത്തശ്ശി, ഇനിയിപ്പോ എന്ത് ചെയ്യും? സമയമായല്ലോ. നീ എന്തായാലും മോളെയും കൂട്ടിപ്പോ. അത് മുടക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി, ഇവിടെ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്. നീ ഇപ്പൊ ചോദിക്കാനും പറയാനൊന്നും നിക്കണ്ട, ചെല്ലേ. ഞാനേ സോങ് റെക്കോർഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എനിക്ക് എല്ലാവരും ഒന്ന് കാണണം. പോകുമ്പോഴേ നമുക്കൊരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാം. സ്റ്റുഡിയോയിൽ എത്തുമ്പോഴേക്കും ഓക്കെ ആയിക്കോളൂ. ശരി മോളെ. അവിടെ നിന്നേ. അതെ, തിരിച്ചു വരുമ്പോ ആ അങ്ങാടിക്കടയിൽ ഒന്ന് കയറണം. ഗർഭിണികൾക്ക് ലേഹ്യം വെച്ചു കൊടുക്കേണ്ട മരുന്നുകളൊക്കെ ഒന്ന് എടുത്തു തരാൻ പറയണം. ഇതൊക്കെ ചോദിച്ചറിഞ്ഞ് ചെയ്യേണ്ടതേ ഭർത്താവാ. നിങ്ങൾ ഇന്ന് ഞാൻ ഓടാ ഇറക്ക. എടാ, കൊച്ചുങ്ങൾ ഉണ്ടായാലേ അതിനെ നോക്കാൻ പഠിക്കണം. എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നമുക്ക് പോ. അത് കൊള്ളാം. ഒരു ഭാര്യ ഗർഭിണിയായപ്പോ ദേഷ്യം ഇതാണെങ്കിലേ ദേ ഈ കൂടെ നടക്കുന്നവർക്കും കൂടെ ഗർഭമായാൽ എന്തോ ചെയ്യും. ഒന്ന് പോടാ. എടാ, ഒന്ന് കെട്ടിക്കൊണ്ട് നടക്കാൻ പാടുള്ളവനെ രണ്ടാമതേ കെട്ടാൻ പാടില്ല. പറയുന്ന കേക്ക് വേണ്ട. നോക്കാതൊക്കെ നമ്മുടെ പോക്ക് മുടക്കാൻ വേണ്ടി നമുക്ക് പോയേ പറ്റൂ. വിധവളോട് കാത്തു നിൽക്കുന്നുണ്ടാവും. അയ്യോ, പോടാ. വന്നിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ. മാറിയിട്ട് ഞാൻ കത്തിക്കും. പോടാ, ഇങ്ങോട്ട് വാ. പോവാൻ നോക്കടാ. കേറി വരാൻ വണ്ടിയില് കേറ്. വരുൺ, പോവാം, വാ. അയ്യോ, പിന്നെ പൊയ്ക്കോ പൊയ്ക്കോ. ഈ പോക്ക് കൊണ്ടേ വലിയ പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല.